ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെട്രോ ഗെയിമിംഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് മോഡ് എങ്ങനെ നമുക്ക് ബെസ്റ്റ് നൈറ്റ് ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാമെന്നുള്ള ചെറിയ വീഡിയോ ആണ്. സോ ബെസ്റ്റ് നൈറ്റ് ഇൻഡോനേഷ്യ കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്ലീസ് പൊട്ടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. To life than this, reaching for the stars, traveling so far, like a dragonfly. Just grab my hand from heaven sent. Me tonight, I run away. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ എടുക്കുക, ശേഷം സെർച്ച് പാഡ് എടുത്ത് KBR കമ്മ്യൂണിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്യുക. ടീം KBRൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ട്രാഫിക് മോഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക് മോഡ് എന്ന് പറയുന്നത്. ബെസ്റ്റ് V4.3.4 മോഡ് APK പ്ലസ് OBB കേരള ട്രാഫിക് T9 ബൈ ടീം KBR എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ 3 ലിങ്ക് കാണാം. ഒന്ന് APK പ്ലസ് OBB ജെറ്റ് ബസ് എഡോൺ വേരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക്. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് APK പ്ലസ് OBB ജെറ്റ് ബസ് എഡോൺ കളർ കോഡ് വേരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക്. മൂന്നാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് APK പ്ലസ് OBB ജെറ്റ് ബസ് പ്രൈവറ്റ് ബസ് വേരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക് ആണ്. അപ്പോൾ ഈ 3 ലിങ്കിൽ നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ രണ്ടാമത്തെ ലിങ്കാണ് സെലക്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം വെച്ചാൽ APK പ്ലസ് OBB ജെറ്റ് ബസ് എഡോൺ കളർ കോഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് ലിങ്കിലാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ലിങ്ക് ഇവിടെ വരും. ആ 3 ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഒന്നാമത്തത് ഈ മാപ്പ് ഇൻസ്റ്റാളറാണ്. രണ്ടാമത്തത് ലിങ്ക് APK, അതായത് ബസ് ബുള്ളറ്റ് ഇൻഡോനേഷ്യയുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ്. മൂന്നാമത്തെ ലിങ്ക് OBB ആണ്. സോ നമ്മൾ ഈ 3 ഫയലും ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് മാപ്പ് ഇൻസ്റ്റാളറിൻ്റെ APK ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ മോഡ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് കാണിക്കും. ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ഡൗൺലോഡ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആകും. ജസ്റ്റ് ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചതിന് ശേഷം അടുത്ത നമുക്ക് ലിങ്ക് APK ഡൗൺലോഡ് ചെയ്യണം. സോ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഷെയർ മോഡ്സിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ കാണിക്കും. വെയിറ്റ് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് പോവുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഫയലിലൂടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിങ്ക് OBB ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ലിങ്ക് OBB ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ലിങ്ക് OBB എന്ന് നടക്കുന്ന സാധനം, അതായത് അത് GB ലിങ്കിൻ്റെ വെബ്സൈറ്റിൽ പോകുന്നതാണ്. അത് സംഭവം ചില ഫോൺസിൽ ക്രാഷായി വരും. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റ് ലിങ്ക് OBBയിൽ കൊടുക്കുമ്പോഴത്തേക്കും വരും. ഈ ഫോണിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ആൾട്ടർനേറ്റ് ലിങ്ക് OBBയിൽ കൊടുത്തത്. ഇനി വരാൻ പോകുന്ന ശ്രദ്ധിച്ച് കേട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തെറ്റും. ജസ്റ്റ് ആ ഓപ്പണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഓപ്പണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, ഡൗൺലോഡിനല്ല ക്ലിക്ക് ചെയ്യാനുള്ളത്, ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ബാക്ക് അടിക്കുക. 8 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ബാക്ക് അടിക്കുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതേപോലെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിച്ച് കൊടുക്കുക. താഴെ സ്ക്രോൾ ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, ബാക്ക് അടിക്കുക. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഗോറ്റ് ലിങ്ക് കൊടുക്കുക, ബാക്ക് അടിക്കുക, ഓപ്പൺ ലിങ്ക് കൊടുക്കുക. പിന്നെ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്തപ്പോൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക, ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഡൗൺലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഫുള്ള് ബാക്ക് അടിക്കുക.
ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് ഒന്നേ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുകയാണ്, ഫുള്ള് ബാക്ക് അടിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ആൾട്ടർനേറ്റ് ലിങ്ക് OBBയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പഴയ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, 8 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക, ബാക്ക് അടിക്കുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ഒരു പേജ് ഓപ്പൺ ആകുന്നുണ്ട്, ജസ്റ്റ് ബാക്ക് അടിക്കുക, സ്ക്രോൾ ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഗോട്ട് ലിങ്ക് കൊടുക്കുക, ബാക്ക് അടിക്കുക, ഓപ്പൺ ലിങ്ക് കൊടുക്കുക. ഇത്രയും കറക്റ്റായിട്ട് ചെയ്യണം. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക, സ്ക്രോൾ ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ 3 ഫയൽ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് സമയം എടുക്കും ഡൗൺലോഡ് ആക്കുക. പിന്നെ നമ്മളുടെ ഈ 3 ഫയലും ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കരുത്. നെറ്റ് ഉപയോഗിച്ചാൽ അന്നത്തെ ഡേറ്റ ഫുള്ള് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. 100% ഉറപ്പാണ് നെറ്റ് ഫുള്ള് തീർന്നു. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വൈഫൈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളുടെ 3 ഫയൽസ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ശേഷം ബാക്ക് അടിക്കുക, ക്ലോസ് ആൾ ചെയ്യുക. ശേഷം നമ്മളുടെ ZArchiver എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ്സ് എടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് മാപ്പ് ഡൗൺലോഡർ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. അത് എക്സ്ട്രാക്ട് ആവുന്നതിന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. മണ്ടേലോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ അവിടെ നമ്മളുടെ ഫയൽ ഒന്ന് നടക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, മാപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയലാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ആപ്പ് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കുക ഗൈസ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഡൺ കൊടുക്കാതെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ അലോ കൊടുക്കുക, ജസ്റ്റ് അലോ കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഓഫ് ആൾ ബസ് മാപ്പ് എന്ന് കാണിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ഇറങ്ങും. ജസ്റ്റ് ബാക്ക് അടിക്കുക, താഴെ സ്ക്രോൾ ചെയ്ത് പോവുക ഗൈസ്. എന്നിട്ട് ഗ്രാഫിക്സ് മോഡ്, അതായത് APK ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്റ്റ് ഹിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പറയുന്ന എല്ലാ സ്റ്റെപ്പും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ലോഡ് ആവാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ആവാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നെറ്റ് ഓഫ് ആവാതെ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഫുള്ള് തീരും. മണ്ടേലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ APK ഒന്ന് നടക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഗൈസ്. ഓക്കെ, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ് ആപ്പ് ആണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമ്മളുടെ പഴയ മാതിരി മാന്യൂ എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് വൈറ്റ് സ്ക്രീനെ കാണിക്കത്തുള്ളൂ, കാരണം OBB ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ബാക്ക് അടിക്കുക. ഓക്കെ, ശേഷം ബാക്ക് എടുക്കുക. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മളുടെ OBBയുടെ ഫയലോ കാണാം. അതിൻ്റെ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ എക്സ്ട്രാക്ട് ആവുന്നതാണ്, അധികം വെയിറ്റ് ചെയ്യാൻ വേണ്ട. മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫയൽ അവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക. ഒരു കട്ടോ കോപ്പിയോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. ഡിവൈസ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക, ആൻഡ്രോയിഡ് എടുക്കുക, അതിൽ മാനുവൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മാനുവൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ശേഷം എല്ലാം ക്ലോസ് ആൾ ചെയ്യുക.
ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ചെയ്യാം. അപ്പം മേലെയോ കാണിച്ച് ബൈക്ക് സ്ക്രീനായി നമ്മളുടെ ലോഡിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലോഡിങ് ആവാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈനലി ഇതാണ് നമ്മളുടെ ഗ്യാരേജിൻ്റെ അവസ്ഥ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രീ മോഡിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാപ്പും അവൈലബിൾ ആണ്. സോ നമുക്കൊരു മാപ്പ് സെലക്ട് ചെയ്യാം, ഗോ കൊടുക്കാം. ഓക്കെ, ഇവിടെ ലോഡിങ് നടക്കാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാണ്, വൈഫൈ വെച്ച് മാത്രമേ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങളുടെ ഫോണിലെ ഡേറ്റ ഫുള്ളായിട്ട് തീർന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ വൈഫൈ വെച്ച് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗെയിം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എൻ്റെ മോനെ ഏതല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ സെഡാർക്ക ബസ്സുകളുടെ എന്താ പറയുക സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല. നല്ല ഇതിന് ട്രാഫിക് മോഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ട്രാഫിക് മോഡൊന്ന് നോക്കാം. ഓക്കെ, KSRTC ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. എൻ്റെ മോനെ ഏതല്ലേ നമ്മുടെ KSRTC വരവ് നോക്കി ഏതല്ലേ നമ്മുടെ കൊമ്പൻ്റെ സെഡാർസിൻ്റെ ബസ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ വണ്ണസിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നമ്മളുടെ വീഡിയോ ബൈനപ്പിയാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. ഞാൻ പോകുന്നു. ഇറ്റ്സ് മീ ഹെട്രോ.